morning, girls. Next topic is irrevocable agency. അതായത് ചില കേസസിൽ ഏജൻസി എന്താക്കാൻ പറ്റില്ല, റിവോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതൊക്കെ ഏജൻസീസാണ് ഇറിവോക്കബിൾ ആയിട്ടുള്ളത് നോക്കാം. ഓക്കെ, റിവോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ടേക്കൺ ബാക്ക്, മനസ്സിലായല്ലോ. ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ചില ഏജൻസി ഉണ്ട്. അപ്പോൾ നോക്കാം ഏതെല്ലാം എന്നുള്ളത്. ഫസ്റ്റ് വൺ, അപ്പോൾ ഇറിവോക്കബിൾ ഏജൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഏജൻസി വിച്ച് കനോട്ട് ബി റിവോക്ഡ് ഓർ ടെർമിനേറ്റഡ് ബൈ ദി പ്രിൻസിപ്പിൾ. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, വെൻ ദ ഏജൻസി ഇസ് കപ്പിൾഡ് വിത്ത് ഇൻട്രസ്റ്റ്. അതായത് ഏജൻസി കപ്പിൾഡ് വിത്ത് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ടേം ശ്രദ്ധിക്കണേ. കപ്പിൾഡ് വിത്ത് ഇൻട്രസ്റ്റ് ഇറ്റ് റെഫേഴ്സ് ടു an agency which is made for the specific purpose of getting some benefit to the agent. ആ ഏജൻസിയിലൂടെ ഏജൻറ്റിന് എന്തോ ഒരു പ്രത്യേക ഗുണം കിട്ടുന്നുണ്ട്, മനസ്സിലായല്ലോ. അങ്ങനെയുള്ള ഏജൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഏജൻസി കപ്പിൾഡ് വിത്ത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു ഏജൻസി, സച്ച് ഏജൻസി ഇസ് ഇറിവോക്കബിൾ according to section 202 of the Contract Act. When the agent has interest in the subject matter of the agency, it cannot be terminated as long as the agent's interest is present എന്ന് പറയുന്നത്. പക്ഷേ അവിടെ എന്തുണ്ടാവണം? ഇഫ് ദർ ഈസ് എൻ എഗ്രിമെൻറ്റ്, എക്സ്പ്രസ് എഗ്രിമെൻറ്റ് ടു ടെർമിനേറ്റ് ദ ഏജൻസി, ഇറ്റ് ക്യാൻ ബി ഡൺ. എഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ റിവോക്ക് ചെയ്യാം. അതർവൈസ് ഇങ്ങനെ എന്താ പറയുക, ഏജൻറ്റിനൊരു പ്രത്യേക താല്പര്യത്തോടു കൂടി ഉണ്ടാക്കിയൊരു ഏജൻസി ആണെങ്കിൽ ഇറ്റ് കനോട്ട് ബി റിവോക്ഡ്, ഇറിവോക്കബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. അമൽ ഹാഡ് ബോറോഡ് സം മണി ഫ്രം വാസു. അമൽ ഓതറൈസ്ഡ് വാസുദേവൻ ടു സെൽ അമൽസ് പ്ലോട്ട് ഓഫ് ലാൻഡ് ആൻഡ് ടേക്ക് ദ മണി ടു പേ ഡെറ്റ്സ് ഡ്യൂ ടു ഹിം. മനസ്സിലായോ എങ്ങനെയാണെന്നുള്ളത്? അമൽ കുറച്ച് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു വാസുവിൻ്റെ അടുത്ത് നിന്ന്. അപ്പം അമൽ പറഞ്ഞ് ഒരു ചെറിയൊരു പ്ലോട്ട് ഓഫ് ലാൻഡ് ഉണ്ട് അമലിൻ്റെ, അത് വിറ്റിട്ട് നീ എന്താക്കിക്കോ, ആ കടക്ക് എടുത്തോളൂ, അത് തന്ന പൈസയ്ക്ക് എടുത്തോളൂ എന്നാണ്. ദിസ് ഈസ് എൻ ഏജൻസി കപ്പിൾഡ് വിത്ത് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ ഏജൻറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, വാസുദേവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അപ്പം വാസുദേവനൊരു പ്രത്യേക താല്പര്യമുണ്ട്, കാരണം അത് വിറ്റുകൊണ്ട് അയാളുടെ കാശ് കിട്ടുമല്ലോ. അപ്പോൾ ദിസ് ഈസ് എൻ ഏജൻസി കപ്പിൾഡ് വിത്ത് ഇൻട്രസ്റ്റ്. ആൻഡ് സോ അമൽ കനോട്ട് റിവോക്ക് വാസുസ് അതോറിറ്റി ടു സെൽ എന്നാണ് പറയുന്നത്. ഇറ്റ് കനോട്ട് ബി ടെർമിനേറ്റഡ് ഓൺ ദ ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് അമൽ. ഓക്കെ, അതാണ് ഇറിവോക്കബിൾ ഏജൻസിൻ്റെ ഒരു കേസ്. അതാണ് വെൻ ഏജൻസി ഇസ് കപ്പിൾഡ് വിത്ത് ഇൻട്രസ്റ്റ്. മനസ്സിലായോ? ഇനി ഇവിടെ പറയുന്നുണ്ട് വെൻ ദ ഏജൻറ്റ് ഇസ് ഇറിവോക്കബിൾ ഡ്യൂറിങ് ദി എക്സിസ്റ്റൻസ് ഓഫ് സച്ച് ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. വെൻ ദി ഏജൻറ്റ് ഹാസ് എൻ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഏജൻസി കനോട്ട് ബി ടെർമിനേറ്റഡ് ടു ഹിസ് പ്രിജുഡൈസ്. സച്ച് എ പ്രൊവിഷൻ എക്സിസ്റ്റ് ടു സേഫ് ഗാർഡ് ഓർ പ്രൊട്ടക്റ്റ് ഏജൻറ്റ്സ് ഇൻട്രസ്റ്റ്. ഓക്കെ, സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് വെൻ ദ ഏജൻറ്റ് ഹാസ് incurred liability. അതായത് where the agent has incurred a personal liability in the contract of agency, the agency becomes irrevocable എന്നാണ് പറയുന്നത്. അതായത് irrevocable and the principal will not be permitted to revoke the agency, leaving the agent exposed to risk or liability he has incurred. ഇത് സെക്ഷൻ, അതായത് ഈ പ്രിൻസിപ്പിൾ അതായത് ഒരിക്കലും എന്താക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏജൻറ്റിന് എന്തെങ്കിലും ഒരു പേഴ്സണൽ ലയബിലിറ്റി ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേഴ്സണൽ ലയബിലിറ്റി ഉള്ളിടത്തോളം കാലം അയാളെ എന്താ പറയുക, ആ ഒരു റിസ്കിലേക്ക് ഉന്തി വിട്ടുകൊണ്ട് പ്രിൻസിപ്പിളിന് എന്താക്കാൻ പറ്റില്ല, ഏജൻസി റിവോക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതാണ്. അപ്പച്ചൻ ഓതറൈസ്ഡ് ബാലൻ ടു ബൈ 100 bunches of bananas for ഓണം വിത്ത് അപ്പച്ചൻസ് മണി ലൈങ് വിത്ത് ബാലൻ. മനസ്സിലായല്ലോ? അപ്പം അപ്പച്ചൻ ബാലൻ്റെ അടുത്ത് പറഞ്ഞതാണ് 100 എന്താ പറയുക ബഞ്ചസ് ഓഫ് ബനാനാസ് ഓണത്തിന് വേണ്ടി കൊണ്ടുവരണം. അപ്പച്ചൻ്റെ കുറച്ച് പൈസ ഈ ബാലൻ്റെ അടുത്തുണ്ട്, എടുത്തോളാനാണ് പറഞ്ഞത്, വാങ്ങിക്കോളാൻ.
അപ്പം ബാലൻ ബോട്ട് 100 bunches ഓഫ് ബനാനാസ് ഇൻ ഹിസ് ഓൺ നെയിം ടു മേക്ക് ഹിംസെൽഫ് പേഴ്സണലി ലയബിൾ ഫോർ ദ പ്രൈസ്. അങ്ങനെ അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബാലൻ 100 ബനാനയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഈ ഇതിലുണ്ടല്ലോ, അപ്പച്ചൻ ഓതറൈസ്ഡ് ബാലൻ ടു ബൈ 100 bunches ഓഫ് ബനാനാസ് ഫോർ ഓണം വിത്ത് അപ്പച്ചൻസ് മണി ലൈങ് വിത്ത് ദ ബാലൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ബാലൻ ബോട്ട് 100 bunches ഓഫ് ബനാനാസ് ഇൻ ഹിസ് നെയിം ടു മേക്ക് ഹിംസെൽഫ് പേഴ്സണലി ലയബിൾ ഫോർ ദ പ്രൈസ്. അപ്പം ബാലൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ സ്വന്തം ലയബിലിറ്റിയിൽ 100 bunches ഓഫ് ബനാനാസ് വാങ്ങിപ്പോന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസിൽ അപ്പച്ചൻ എന്താക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഹി കനോട്ട് റിവോക്ക് ബാലൻസ് അതോറിറ്റി ഫോർ പേയ്മെൻറ്റ്. ഓക്കെ, ദെൻ ലാസ്റ്റ് കേസസ്, മൂന്നാമതൊരു കേസിൽ വരുന്നതാണ് ഇറിവോക്കബിൾ. വെൻ ദ ഏജൻറ്റ് ഹാസ് പാർട്ട്ലി എക്സസൈസ്ഡ് ഹിസ് അതോറിറ്റി. അതിവിടെ സെക്ഷൻ 204 പറയുന്നത്. ദ പ്രിൻസിപ്പൽ കനോട്ട് റിവോക്ക് ദ അതോറിറ്റി ഗിവൺ ടു ഹിസ് ഏജൻറ്റ് ആഫ്റ്റർ അതോറിറ്റി ഹാസ് ബീൻ പാർട്ട്ലി എക്സസൈസ്ഡ് ബൈ ദി ഏജൻറ്റ്. അതായത് പ്രിൻസിപ്പൽ കനോട്ട് റിവോക്ക് ദ അതോറിറ്റി ഗിവൺ ടു ദ ഏജൻറ്റ് വൺസ് ദ ഏജൻറ്റ് ഹാസ് പാർട്ട്ലി എക്സസൈസ്ഡ് ദ അതോറിറ്റി എന്നാണ് പറയുന്നത്. അതായത് വെൻ ദ ഏജൻറ്റ് ഹാസ് ഓൾറെഡി യൂസ്ഡ് ഹിസ് അതോറിറ്റി പ്രിൻസിപ്പൽ കനോട്ട് റിവോക്ക് ദ അതോറിറ്റി ഓഫ് ദി ഏജൻറ്റ്. ഒരു എക്സാമ്പിൾ പറയാം. അവിനാഷ് ഓതറൈസ്ഡ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് where he had his current deposits to pay 10,000 to Thomas out of his current deposit in 2 equal installments. മനസ്സിലായോ? അവിനാഷിന് സൗത്ത് ഇന്ത്യൻ ബാങ്കിലൊരു കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട്. അതിൽ നിന്ന് 10,000 rupees തോമസിന് കൊടുക്കാൻ വേണ്ടി ബാങ്കിനെ ഏൽപ്പിക്കുകയാണ് 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്. അവിനാഷ് റിക്വസ്റ്റഡ് ദ ബാങ്ക് ടു സ്റ്റോപ്പ് പേയ്മെൻറ്റ്. അതായത് പിന്നീടാണ് പറയുന്നത്, അവിനാഷ് ബാങ്കിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് ഇനി കൊടുക്കണ്ട എന്നുള്ളത്. ബട്ട് ബൈ ദിസ് ടൈം ദ ബാങ്ക് ഹാഡ് ഓൾറെഡി പെയ്ഡ് ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ടു തോമസ്. അതായത് പാർട്ട്ലി പെയ്ഡാണ്. 2 ഇൻസ്റ്റാൾമെൻ്റ് ആയി കൊടുക്കാൻ പറഞ്ഞ സമയത്ത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഓൾറെഡി ബാങ്ക് പേ ചെയ്ത് കഴിഞ്ഞിരുന്നു. മനസ്സിലായല്ലോ? ഇവിടെ ആരാ ഏജൻറ്റ്? ബാങ്കാണ്. അപ്പോൾ ഇൻ ദിസ് എക്സാമ്പിൾ അവിനാഷ് ഇസ് ബോട്ട് ബൈ പേയ്മെൻറ്റ് ഓഫ് ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് ഇവിടെ ഏജൻറ്റ് ഹാസ് പാർട്ട്ലി എക്സസൈസ്ഡ് ഹിസ് അതോറിറ്റി. അപ്പോൾ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യം പറഞ്ഞതാണ് സ്റ്റോപ്പ് പേയ്മെൻറ്റ് നടത്താൻ പറഞ്ഞപ്പോഴേക്കും ഓൾറെഡി ഫസ്റ്റത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തു കഴിഞ്ഞ സമയത്ത് ഇനിയൊന്നും ചെയ്യാനില്ല. അപ്പോൾ ദ പ്രിൻസിപ്പൽ കനോട്ട് റിവോക്ക് ദ അതോറിറ്റി ഗിവൺ ടു ഹിസ് ഏജൻറ്റ് ആഫ്റ്റർ ദ അതോറിറ്റി ഹാസ് ബീൻ പാർട്ട്ലി എക്സസൈസ്ഡ് ബൈ ദ ഏജൻറ്റ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഏജൻറ്റ്സ് എന്നുള്ളതാണ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഏജൻറ്റ്സ്. അതായത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് ആൻഡ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് അതോറിറ്റി ഓഫ് ദ ഏജൻറ്റ് ആർ മാറ്റേഴ്സ് ടു ബി ഡിറ്റർമിൻഡ് ബൈ എഗ്രിമെൻറ്റ് ഓഫ് പാർട്ടീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ്? There are well-known varieties of agency contract where the powers and duties of agent are settled by the usage and custom of trade recognized by the court of law. അതായത് ഓരോ തരത്തിലുള്ള ഏജൻസിന് ഓരോ തരത്തിലുള്ള എന്തുണ്ടാവും എന്നാണ് പറയുന്നത്? റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണല്ലോ, പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അപ്പോൾ അത് അവിടുത്തെ എന്താ പറയുക, അതിൽ നിലനിൽക്കുന്ന കോർട്ട് ഓഫ് ലോയിൽ നിലനിൽക്കുന്ന യൂസേജ് ആൻഡ് കസ്റ്റംസ് ഓഫ് ട്രേഡ് അതെങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് കോടതി ഇതാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നോക്കാം നമുക്ക് ഏതൊക്കെയാണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഏജൻസി ഏജൻറ്റ്സ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ജനറൽ ഏജൻറ്റ്സ്. ജനറൽ ഏജൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ഫുൾ അതോറിറ്റി ടു ആക്ട് ഇൻ ഓൾ മാറ്റേഴ്സ് കൺസേണിങ് എ ട്രേഡ് ഓർ പ്രൊഫഷൻ. അവരൊരു പ്രത്യേകതന് വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ എന്താണോ ട്രേഡ് അല്ലെങ്കിൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് അതിൽ മൊത്തമായിട്ടുള്ള അതോറിറ്റി ആർക്കുണ്ടാവും? ദേ ഹാവ് ഫുൾ അതോറിറ്റി ടു ആക്ട് ഇൻ ഓൾ മാറ്റേഴ്സ് കൺസേണിങ് ട്രേഡ് ഓർ പ്രൊഫഷൻ. അതായത് ഇപ്പോൾ സെല്ലിങ് ഏജൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അവരെ അതിനു വേണ്ടി മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ജനറൽ ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇനിയിപ്പോൾ കോൺട്രാക്റ്റ് എഴുതണോ എന്ത് വേണമെങ്കിലും they have the full authority to act in all matters concerning a trade or
ബിസിനസ് എന്നാണ് പറയുന്നത്. അപ്പം they are appointed to perform all acts concerned with a particular business or trade for which they have been appointed. ഇനി they can perform all legal acts to carry on the particular trade or business of its principle എന്ന് പറയുന്നത്. ലീഗൽ കാര്യങ്ങളിൽ വേണമെങ്കിലും അവർക്ക് ഇടപെടാം. മനസ്സിലായല്ലോ? ഇനി ഈ അതോറിറ്റി എന്ന് പറയുന്നത് ഈ ജനറൽ ഏജൻറ്റിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് ഇറ്റ് കണ്ടിന്യൂ ടിൽ ഇറ്റ് ഈസ് ഡ്യൂലി terminated. അപ്പോൾ ജനറൽ ഏജൻസ് എൻജോയ്സ് കണ്ടിന്യൂസ് അതോറിറ്റി ടിൽ ഇറ്റ് ഈസ് ടെർമിനേറ്റഡ്. വൈൽ ഡീലിംഗ് വിത്ത് എ ജനറൽ ഏജൻറ്റ് ദ പേഴ്സൺ ക്യാൻ ബി അറ്റ് ഈസ് സിൻസ് ദ ഏജൻറ്റ് ഇസ് ഓതറൈസ്ഡ് ടു പെർഫോം ഓൾ ലീഗൽ ഡ്യൂട്ടീസ് കണക്റ്റഡ് വിത്ത് എ ബിസിനസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ജനറൽ ഏജൻസിന് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്? ദേ ക്യാൻ എൻജോയ് മോർ പവേഴ്സ് ദാൻ അതർ ഏജൻറ്റ്സ് അതായത് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഏജൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർ എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ അതിന് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ സെല്ലിങ് ഏജൻ്റ് ആണ് സെല്ല് ചെയ്യാൻ മാത്രം. അപ്പോൾ സ്പെഷ്യൽ ഏജൻസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ജനറൽ ഏജൻറ്റ്സ് എൻജോയ്സ് മോർ പവർ. മനസ്സിലായല്ലോ? ഈ സ്പെഷ്യൽ ഏജൻസിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് കംസ് ടു എൻ എൻഡ് ദ മൂമെൻറ്റ് ദ പേർപ്പസ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ് ഇസ് കംപ്ലീറ്റഡ്. അപ്പം ജനറൽ ഏജൻറ്റ്സ് ആരാണെന്ന് മനസ്സിലായല്ലോ? എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എ മാനേജർ ഓഫ് എ ഫേം ആസ് എൻ ഇംപ്ലൈഡ് അതോറിറ്റി ടു ബൈൻഡ് ഹിസ് പ്രിൻസിപ്പിൾ ബൈ ഡൂയിങ് നെസസറി ആക്ട് വിച്ച് ആർ റിക്വയർഡ് ടു റൺ ദി ബിസിനസ്. ഇപ്പോൾ മാനേജേഴ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുമ്പം അവരൊക്കെ ശരിക്കും ഒരു ജനറൽ ഏജൻസിനെ പോലെയാണ് വെക്കുന്നത്. അവർക്ക് ഏത് മാറ്റേഴ്സിൽ വേണമെങ്കിലും ഇടപെടാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഏജൻസ് ആണ്, സ്പെഷ്യൽ ഏജൻസ് എന്ന് പറയും. ദേ ആർ ഓൾസോ നോൺ ആസ് പെർട്ടിക്കുലർ ഏജൻസ്. സ്പെഷ്യൽ ഏജൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ അപ്പോയിൻറ്റഡ് ടു ഡു സ്പെഷ്യൽ ആക്ട്സ്. മനസ്സിലായല്ലോ? അപ്പം സോ ദ സ്പെഷ്യൽ ഏജൻറ്റ് റെപ്രസെൻറ്റ്സ് ഹിസ് പ്രിൻസിപ്പിൾ ഇൻ എ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഉള്ളു. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എൻ ഏജൻറ്റ് അപ്പോയിൻറ്റഡ് ടു ബൈ എ പെർട്ടിക്കുലർ ഹൗസ് അല്ലെങ്കിൽ ഒരു പ്ലോട്ട് ഓഫ് ലാൻഡ് ഹാസ് ലിമിറ്റഡ് അതോറിറ്റി വിച്ച് കംസ് ടു എൻ എൻഡ് വെൻ ദ ടാസ്ക് ഇസ് പെർഫോം. ആ വീട് വാങ്ങിക്കഴിയുക അല്ലെങ്കിൽ ആ സ്ഥലം വാങ്ങിക്കഴിയുന്നതോട് കൂടിയിട്ട് ആ സ്പെഷ്യൽ ഏജൻറ്റിൻ്റെ അതോറിറ്റി അവിടെ കഴിയുക ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ദ പ്രിൻസിപ്പിൾ വിൽ നോട്ട് ബി റെസ്പോൺസിബിൾ ഇഫ് ദ സ്പെഷ്യൽ ഏജൻറ്റ് ഗോസ് ബിയോണ്ട് ഹിസ് അതോറിറ്റി. അപ്പം ശ്രദ്ധിക്കേണ്ടത് ദെർഫോർ ദോസ് ഹു ഡീൽസ് വിത്ത് സ്പെഷ്യൽ ഏജൻറ്റ് ഷുഡ് ഗ്യാദർ സഫിഷ്യൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ സ്പെഷ്യൽ ഏജൻറ്റ് ആൻഡ് നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് അതോറിറ്റി. ആ ഒരു പണി കഴിയുന്നതോടുകൂടി സ്പെഷ്യൽ ഏജൻസിൻ്റെ അതോറിറ്റി നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ സ്പെഷ്യൽ ഏജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏജൻസി ബിസിനസ് ആവുന്ന സമയത്ത് തേർഡ് പാർട്ടി വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അയാളുടെ എന്താ പറയുക നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് അതോറിറ്റി എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവരുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ ഏജൻസ് മനസ്സിലായല്ലോ ആരാണെന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് യൂണിവേഴ്സൽ ഏജൻസ് ആണ്. ആ വേർഡിൽ നിന്ന് നിങ്ങൾ മനസ്സിലായിക്കോളാം. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പേഴ്സൺ ഹൂസ് അതോറിറ്റി ഇസ് അൺലിമിറ്റഡ് ആൻഡ് ഹി ക്യാൻ ഡു എനിത്തിങ് ഫോർ ഹിസ് പ്രിൻസിപ്പിൾ വിച്ച് ഇസ് ലീഗൽ ആസ് വെൽ ആസ് അഗ്രിബിൾ ടു ദ ലോ ഓഫ് ലാൻഡ്. എന്തും ചെയ്യാന്ന് പറയുമ്പം എന്തുമല്ല, എങ്ങനെയുള്ളതായിരിക്കണം എന്ന് പറയുന്നത് ലീഗലായിരിക്കണം ആൻഡ് അഗ്രിബിൾ ടു ദ ലോ ഓഫ് ലാൻഡ്. നിയമത്തിന് മുന്നിൽ അഗ്രിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? യൂണിവേഴ്സൽ ഏജൻസിനുണ്ട്. അപ്പോൾ യൂണിവേഴ്സൽ ഏജൻറ്റ് ഇസ് അപ്പോയിൻറ്റഡ് ബൈ ദ പ്രിൻസിപ്പിൾ ടു ഡു ഓൾ ദ വേരിയസ് ട്രേഡ്സ് ഓർ ബിസിനസ്സസ് ഓഫ് ഹിസ് പ്രിൻസിപ്പിൾ. ഹി ഈസ് ഓതറൈസ്ഡ് ടു ഡു ഓൾ ആക്ട്സ് വിച്ച് ഹിസ് പ്രിൻസിപ്പിൾ ക്യാൻ ലോഫുള്ളി ഡു ആസ് പെർ ദ ലോ ഓഫ് ദ ലാൻഡ്. അപ്പോൾ യൂണിവേഴ്സൽ ഏജൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പവേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ദേ എൻജോയ്സ് മോർ പവേഴ്സ് ദാൻ ജനറൽ ഏജൻറ്റ് ആൻഡ് ജനറൽ ഏജൻറ്റ് എൻജോയ്സ് മോർ പവേഴ്സ് ദാൻ സ്പെഷ്യൽ ഏജൻറ്റ്. അത് ഓർത്ത് വെച്ചോളാം. ഇനി വരുന്നതാണ് കമേഴ്ഷ്യൽ ഏജൻസ് എന്ന് പറയും. കമേഴ്ഷ്യൽ ഏജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെർക്കൻറ്റൈൽ ഏജൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമേഴ്ഷ്യൽ ഏജൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ആ വേർഡിൽ തന്നെ മനസ്സിലായിക്കൊള്ളാം, കോമേഴ്സായി ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ മെർക്കൻറ്റൈൽ ഏജൻറ്റ് ഇസ് എ പേഴ്സൺ ഹാവിങ് അതോറിറ്റി ഈദർ ടു സെൽ ഗുഡ്സ് ഓർ ടു കൺസൈൻ ഗുഡ്സ് ഓർ ടു റേസ് മണി ഓൺ ദ സെക്യൂരിറ്റി ഓഫ് ഗുഡ്സ്. അപ്പം ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എന്തിനുള്ള അതോറിറ്റിയാണ് ഉള്ളത്? ഒന്നുകിൽ ഗുഡ്സ് വിൽക്കാനുള്ള, ഈദർ ടു സെൽ ഗുഡ്സ്,
അല്ലെങ്കിൽ ടു കൺസൈൻ ഗുഡ്സ്, കൺസൈൻമെൻറ്റ് കേട്ടിട്ടില്ലേ? ദെൻ ഓർ ടു റേസ് മണി ഓൺ ദി സെക്യൂരിറ്റി ഓഫ് ഗുഡ്സ്. എന്താണ്, ചിലപ്പം ഈ ഗുഡ്സ് സെക്യൂരിറ്റി ആയി വെച്ചും കൊണ്ട് മണി റേസ് ചെയ്യാനായിരിക്കാം. ഇങ്ങനെ അധികാരമുള്ള ഏജൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കമേഴ്ഷ്യൽ ഏജൻസ് അല്ലെങ്കിൽ മെർക്കൻറ്റൈൽ ഏജൻസ് എന്ന് പറയും. അപ്പം മെർക്കൻറ്റൈൽ ഏജൻസ് മേ ബി ഓഫ് സെവറൽ ടൈപ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് അവിടെ പലതരത്തിലുള്ള ആളുകളുണ്ട്. അതിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് ഓക്ഷനെയർ. ഓക്ഷനെയർ എന്ന് പറയുന്നത് ഇപ്പം ഞാനല്ല, ബാങ്കുകളൊക്കെ പൊതുവേ ഈ ജാമ്യം ജാമ്യമല്ല, അതിനെന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഹൗസിംഗ് ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട് ജപ്തി ചെയ്യും ബാങ്ക്. മനസ്സിലായോ? അപ്പോൾ ഈ ജപ്തി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചിലപ്പം ഓക്ഷനെയറിനൊക്കെ ഏർപ്പെടും. അതേമാതിരി ഗോൾഡ് പണയം വെക്കുമല്ലോ, ഗോൾഡ് കുറേ നമ്മൾ പൈസ ഒന്നും അടയ്ക്കാതെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് അതെന്താക്കും, ലേലം വിളിച്ച് വിൽക്കും. ആ സമയത്ത് ലേലം വിളിക്കാൻ വേണ്ടി വെക്കുന്ന ആളുകളെയാണ് ഓക്ഷനെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്ഷനെയർ ഈസ് വൺ ഹൂസ് ഓതറൈസ്ഡ് ടു സെൽ ഗുഡ്സ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ ബൈ ഓപ്ഷൻ. അപ്പോൾ ഓക്ഷനെയർ ഏജൻറ്റ് ഏത് ഗണത്തിൽപ്പെട്ടതാണ്? ഹീസ് എ മെർക്കൻറ്റൈൽ ഏജൻറ്റ് ഹു സെൽസ് ഗുഡ്സ് അറ്റ് എ പബ്ലിക് ഓപ്ഷൻ ടു ദ ഹയസ്റ്റ് ബിഡർ. നിങ്ങൾക്കറിയാലോ എങ്ങനെയാണ് ലേലം വിളി എന്നുള്ളത്. ഒരു തരം രണ്ട് തരം എന്നൊക്കെ പറഞ്ഞ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അപ്പം ഹയസ്റ്റ് ബിഡർ ആരാണോ അവർക്ക് സാധനം വിൽക്കുക ചെയ്യാം. ഹി എൻജോയ്സ് ഓൾ ദ റൈറ്റ്സ് ഓഫ് എ ഫാക്ട്, അതായത് ഫാക്ടറിങ് എന്ന് പറഞ്ഞിട്ടൊരു ഏജൻറ്റ് വരുന്നുണ്ട്, ഫാക്ടർ എന്ന് പറഞ്ഞിട്ട്. അയാളെ പോലെ തന്നെയാണ് ഈ ഓക്ഷനെയർ എന്ന് പറയുന്നത്. ഹി എൻജോയ്സ് ഓൾ റൈറ്റ്സ് ഓഫ് എ ഫാക്ടർ ഇൻ ഓൾ റെസ്പെക്റ്റ്, ബട്ട് ഹി ഹാസ് ഓൺലി എ പെർട്ടിക്കുലർ ലീൻ ആൻഡ് നോട്ട് എ ജനറൽ ലീൻ ഓവർ ദി ഗുഡ്സ് ഓഫ് ഹിസ് പ്രിൻസിപ്പിൾ. ഇപ്പോൾ സ്വർണം ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തി വെച്ചാൽ അയാൾക്ക് ഏതിൻ്റെ മുകളിൽ മാത്രമേ ഉള്ളൂ, ലീനുള്ളൂ. ലീൻ എന്ന് പറഞ്ഞാൽ എന്താ? ടു റീറ്റെയിൻ ദ പൊസിഷൻ ഓഫ് ഗുഡ്സ് അൺടിൽ ഓൾ ഡ്യൂസ് ആർ പെയ്ഡ്. അപ്പം ആ സ്വർണം മാത്രം പിടിച്ചു വെക്കാനുള്ള റൈറ്റേ ഉണ്ടാവുള്ളൂ. ദ പ്രിൻസിപ്പിൾ ഇസ് ലയബിൾ ടു തേർഡ് പാർട്ടീസ് ഫോർ ദ ആക്ട് ഓഫ് ഓക്ഷനെയർ പ്രൊവൈഡഡ് ഹി ആക്ട്സ് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ഹിസ് അപ്പാരൻറ്റ് അതോറിറ്റി. അപ്പം ഈ ഓക്ഷനെയർ അയാളാണ് ലേലം വിളിക്കുന്നുണ്ടെങ്കിലൊക്കെ കൂടി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പിളാണ് ലയബിൾ ആവുക കേട്ടോ. പ്രിൻസിപ്പിൾ ഇസ് ലയബിൾ ടു തേർഡ് പാർട്ടീസ്. ഓക്കെ, അപ്പോൾ ഓക്ഷനെയർ ആരാന്ന് മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് ബ്രോക്കർ. ബ്രോക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, an agent who is appointed to negotiate and make contract either to buy or sell ഗുഡ്സ്. ഇപ്പോൾ സ്ഥലം വിൽക്കുകയാണെങ്കിലോ വാങ്ങുകയാണെങ്കിലോ ഒക്കെ ബ്രോക്കർമാർ പ്രത്യക്ഷപ്പെടുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ഹീ ബ്രിങ്സ് എ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ബയർ ആൻഡ് സെല്ലർ. അതായത് ഏജൻറ്റ്, ഹീ ഈസ് എൻ ഏജൻറ്റ് ബോത്ത് to the seller and to the buyer, but he is not entrusted with the possession of the goods. അപ്പോൾ സ്ഥലം വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മളോട് ഇങ്ങനെ അയാളൊരു മിഡിൽമാനായി കളിക്കുക എന്നല്ലാണ്ട് അയാൾക്ക് എന്ത് കിട്ടുന്നില്ല? പൊസഷനൊന്നും കിട്ടുന്നില്ല. അയാൾക്ക് എന്ത് മാത്രമേ കിട്ടുന്നുള്ളൂ? ആ സ്ഥലത്തിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ വാങ്ങുകയാണെങ്കിൽ ചെറിയൊരു കമ്മീഷൻ അയാൾക്ക് കൊടുക്കും. ബ്രോക്കറേജ് എന്നാണ് അതിന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ബ്രോക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? മെർക്കൻറ്റൈൽ ഏജൻറ്റ് who negotiates and makes contract to buy or sell goods on behalf of his principal. Then next one is factor എന്ന് പറയും. A factor is an agent who is entrusted with the possession of goods for the purpose of sale, and in this respect he differs from a broker who is not entrusted with the possession of goods. ഈ ഫാക്ടർ എന്ന് പറഞ്ഞാലും ബ്രോക്കറെ പോലെ തന്നെയാണ്. അയാളുടെയും ഡ്യൂട്ടി എന്താണ്? ഒന്നുകിൽ എന്തെങ്കിലും വാങ്ങുക വിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ വ്യത്യാസം വരുന്നത് ബ്രോക്കർക്ക് എന്ത് കിട്ടുന്നില്ല? പൊസഷൻ ഓഫ് ഗുഡ്സ് കിട്ടുന്നില്ല. അയാൾ മിഡിൽമാനായി കളിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഫാക്ടർ എന്ത് ഏൽപ്പിക്കുന്നുണ്ട്? സാധനം അവിടെ ഏൽപ്പിച്ച് പോവുക ചെയ്യുന്നത്. അപ്പോൾ ഹീ ഹാസ് ദ പൊസഷൻ ഓഫ് ഗുഡ്സ്. മനസ്സിലായോ? അപ്പോൾ എ ഫാക്ടർ ക്യാൻ സെൽ ഗുഡ്സ് ഇൻ ഹിസ് ഓൺ നെയിം. He enjoys a lot of discretion in selling goods in his possession, sell them on credit, receive payment and issue valid receipt. അപ്പോൾ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാസ് എ ജനറൽ ലീൻ ഓൺ ദ ഗുഡ്സ് ഓഫ് ഹിസ് പ്രിൻസിപ്പിൾ ഫോർ ഓൾ എക്സ്പെൻസസ് ഫ്രം ദി പ്രിൻസിപ്പിൾ.
മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഫാക്ടർ, വൈൽ എ ഫാക്ടർ ഇസ് ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ് വിത്ത് എ കൺസെൻറ്റ് ഓഫ് ദി ഓണർ, എനി സെയിൽ ഓർ പ്ലഡ്ജ് ബൈ ഫാക്ടർ മെയ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ് വിൽ ബൈൻഡ് ദ ഓണർ ടു എന്നാണ് പറയുന്നത്. സംഭവം അയാളെ സ്വന്തം ഇഷ്ടപ്രകാരമൊക്കെ ആണ് വിൽക്കുന്നതെങ്കിൽ കൂടിയിട്ട് കൺസെൻറ്റ് ഓഫ് ദ ഓണർ ആണല്ലോ ചെയ്യുന്നതെല്ലാം. അതുകൊണ്ട് അവിടെയും ലയബിലിറ്റി ആർക്കാണ് വരിക? ആരാണോ ഓണർ, ഇപ്പോൾ പ്രിൻസിപ്പളാണല്ലോ ഇയാളെ ഏൽപ്പിക്കുന്നത്. പ്രിൻസിപ്പൾ ഇസ് ലയബിൾ ഫോർ ഓൾ ദി ആക്ട്സ് ഓഫ് ഫാക്ടർ. വേറൊരു ടൈപ്പ് ഓഫ് ഏജൻറ്റ് വരുന്നതാണ് മെർക്കൻറ്റൈൽ ഏജൻസിൽ ഡെൽ ക്രെഡർ ഏജൻറ്റ് എന്ന് പറയും. ഡെൽ ക്രെഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് നോക്കാം. ഡെൽ ക്രെഡർ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹാപ്പി കോമ്പിനേഷൻ ഓഫ് ബോത്ത് എൻ ഏജൻറ്റ് ആൻഡ് എ ഗ്യാരണ്ടിയർ. ഇവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ ഏജൻറ്റ്, സാധാരണ ഏജൻറ്റ്സ് നമ്മൾ എന്തെങ്കിലും സാധനം വിൽക്കാൻ വേണ്ടി ഏൽപ്പിക്കും. അതാണല്ലോ മെർക്കൻറ്റൈൽ ഏജൻറ്റ്സ്, വാങ്ങാനോ വിൽക്കാനോ. അവരത് വിൽക്കും, അതിന് അവർക്കൊരു കമ്മീഷൻ. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഇൻ അഡീഷൻ ടു ദ ഡ്യൂട്ടി ഓഫ് ബ്രിങ്ങിങ് തേർഡ് പാർട്ടീസ് ടു ഹിസ് പ്രിൻസിപ്പിൾ, ഡെൽ ക്രെഡർ ഏജൻറ്റ് ടേക്സ് additional risk of guaranteeing that the third parties will carry out their obligations. അപ്പം ഈ സാധനം വാങ്ങലും വിൽക്കലും മാത്രമല്ലാതെ ഈ ഡെൽ ക്രെഡർ ഏജൻറ്റ്സ് എന്തുകൂടി ഏറ്റെടുക്കുന്ന പറയുന്നത്, എന്തെങ്കിലും എക്സ്ട്രാ റിസ്ക് ഉണ്ടെങ്കിൽ അതുകൂടി ഏറ്റെടുത്തേക്കും. ഇപ്പോൾ സാധനം വിൽക്കുന്ന സമയത്ത് അത് വിറ്റിട്ടില്ലെങ്കിൽ അതിൻ്റെ റിസ്ക് അങ്ങോട്ട് ഏറ്റെടുത്തേക്കും. ഇതിന് അവർക്കൊരു പ്രത്യേക കമ്മീഷൻ കിട്ടും, ഡെൽ ക്രെഡർ കമ്മീഷൻ എന്ന് പറയും. അതുകൊണ്ടാണ് ഈ ഏജൻസിന് എന്തെന്ന് പറയുന്നത്, ഡെൽ ക്രെഡർ ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഡെൽ ക്രെഡർ ഏജൻറ്റ്സ് ഗെറ്റ്സ് എക്സ്ട്രാ കമ്മീഷൻ ഫോർ ദ അഡീഷണൽ റിസ്ക് ഹീ ടേക്സ്. പക്ഷേ ബട്ട് ഇസ് അതോറിറ്റി ഇസ് ഓൺലി സെക്കൻഡറി. ദാറ്റ് മീൻസ് എപ്പോഴേ അതോറിറ്റി വരുന്നുള്ളൂ, ഇറ്റ് അറൈസസ് ഓൺലി on the default of the third party. അപ്പോൾ യൂഷ്വലി ഡെൽ ക്രെഡർ ഏജൻറ്റ്സ് ആർ അപ്പോയിൻറ്റഡ് when the principal has to deal with persons who are unknown and total strange to him. ആ സമയത്താണ് ഡെൽ ക്രെഡർ ഏജൻസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഡെൽ ക്രെഡർ ഏജൻറ്റ്സ് occupies the position of both surety as well as an agent എന്നാണ് പറയുന്നത്. He can neither sue on the contract or be held liable for the failure of third party to perform. ഇനി വേറൊരു കാറ്റഗറി വരുന്നുണ്ട്, ബാങ്കർ. ബാങ്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് കസ്റ്റമർ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, ബോത്ത് ദാറ്റ് ഓഫ് എ ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ ആൻഡ് ദാറ്റ് ഓഫ് എൻ ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ. മനസ്സിലായല്ലോ. വെൻ ദ ബാങ്കർ ഗിവ്സ് ലോൺ ടു ദ കസ്റ്റമർ, the banker becomes the creditor and the customer turns debtor. അറിയാലോ, നമ്മളിപ്പോൾ ഒരു ലോൺ വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ, ബോറോ ചെയ്തെങ്കിൽ ബാങ്ക് എന്താവും, ക്രെഡിറ്റർ ആവും, നമ്മൾ ഡെറ്ററായി മാറും. ബട്ട് വെൻ ദ ബാങ്കർ കളക്ട് ചെക്സ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ഓർ സെൽസ് സെക്യൂരിറ്റീസ് ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമർ, ദ ബാങ്കർ ബിക്കംസ് ദി ഏജൻറ്റ് ഓഫ് ദി കസ്റ്റമർ. മനസ്സിലായല്ലോ എപ്പോഴാണ് ബാങ്ക് ഏജൻ്റ് ആവുന്നതെന്നുള്ളത്. ഓക്കെ. ഇനി ഒരു കമ്മീഷൻ ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. അവരും മെർക്കൻറ്റൈൽ ഏജൻസിൽ പെടുന്നതാണ്. കമ്മീഷൻ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? വൺ ഹൂ സെക്യൂർസ് ബയേഴ്സ് ഫോർ എ സെല്ലർ ഫോർ ഗുഡ്സ് ആൻഡ് സെല്ലേഴ്സ് ഫോർ എ ബയർ ഓഫ് ഗുഡ്സ് ഇൻ റിട്ടേൺ ഫോർ കമ്മീഷൻ ഓൺ സെയിൽ. അതായത് കമ്മീഷൻ ഏജൻറ്റിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബ്രോക്കർ അതേപോലെയാണ്. അതായത് എന്ത് ചെയ്യുക, സാധനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ അവർക്ക് സെല്ലേഴ്സിനെ കണ്ടെത്തി കൊടുക്കുക, സെല്ലേഴ്സിന് ആരെ കണ്ടെത്തി കൊടുക്കുക, ബയേഴ്സിനെ കണ്ടെത്തി കൊടുക്കുക. ഈസ് യൂഷ്വലി ഇൻട്രസ്റ്റഡ് ഓൺലി ഇൻ കമ്മീഷൻ എന്നാണ് പറയുന്നത്. ഓൾ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് എക്രൂ ആർക്കുള്ളതാണ്? ഇറ്റ് എക്രൂ ടു ദി പ്രിൻസിപ്പൾ. ഹി മേ ഓർ മേ നോട്ട് ഹാവ് ആക്ച്വൽ പൊസിഷൻ ഓഫ് ദ ഗുഡ്സ്. അപ്പോൾ കമ്മീഷൻ ഏജൻറ്റ്സ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡിപ്പെൻഡ്സ് ഓൺ ദ എഗ്രിമെൻറ്റ് ഹി ഹാസ് മെയ്ഡ് വിത്ത് ദ പ്രിൻസിപ്പൾ. ക്ലിയർ ആണോ? ഇനി ഇത് കൂടാതെ ലാസ്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് നോൺ മെർക്കൻറ്റൈൽ ഏജൻറ്റ്സ് എന്ന് പറയും. നോൺ മെർക്കൻറ്റൈൽ ഏജൻറ്റ്സ് മേ ബി എസ്റ്റേറ്റ് ഏജൻറ്റ്സ് ഹു ആർ എൻഗേജ്ഡ് ടു നെഗോഷിയേറ്റ് ദ സെയിൽ, പർച്ചേസ് ആൻഡ് ലീസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഓർ ലോ ഏജൻറ്റ്സ് ഹു ആർ എൻഗേജ്ഡ് ടു ലുക്ക് ആഫ്റ്റർ ദ ലീഗൽ അഫെയേഴ്സ് ഓഫ് ദിയർ പ്രിൻസിപ്പൾ. അഡ്വക്കേറ്റ്സ് ആൻഡ് വൈഫ്സ് ഓൾസോ കം അണ്ടർ ദിസ് കാറ്റഗറി എന്നാണ് പറയുന്നത് മെർക്കൻറ്റൈൽ ഏജൻറ്റ്സിനെ. അപ്പോൾ മെർക്കൻറ്റൈൽ ഏജൻറ്റ്സ് അല്ലെങ്കിൽ നോൺ കമേഴ്ഷ്യൽ ഏജൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏജൻറ്റ്സ് ഹു ഹാവ് നത്തിങ് ടു ഡു വിത്ത് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ്. അവരെന്ത് മാത്രം, പ്രിൻസിപ്പൾ എന്തിനാണ് അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്നറിയോ?
ടു ഡു സം ആക്ട് വിച്ച് ആർ നോട്ട് ഡൺ ബൈ ദ മെർക്കൻറ്റൈൽ ഏജൻസ്. മെർക്കൻറ്റൈൽ ഏജൻസ് വാങ്ങലും വിൽക്കലും ഒക്കെ നടത്തിക്കോളും. അതല്ലാത്ത, അതായത് നോൺ മെർക്കൻറ്റൈൽ ഏജൻസ് കംപ്രൈസസ്, എക്സാമ്പിൾസ് പറയുന്ന കൗൺസിലേഴ്സ്, സോളിസിറ്റേഴ്സ്, പിന്നെ ഗാർഡിയൻ, പ്രൊമോട്ടേഴ്സ്, വൈഫ്സ്, അങ്ങനെയുള്ള ഇൻഷുറൻസ് ഏജൻസ് അവരൊക്കെ. അപ്പം ഈ ഇൻഷുറൻസ് ഏജൻസിൻ്റെ പ്രത്യേകത എന്താ? ദേ ആർ അപ്പോയിൻറ്റഡ് ടു ഡു ഇൻഷുറൻസ് ബിസിനസ് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പൾ. അതായത് LIC കമ്പനിക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ നടക്കലാണ് ഏജൻസിൻ്റെ പണി. സോ ദെയർ കമ്മീഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വോളിയൂം ഓഫ് വർക്ക് ദേ ഡു. അതേമാതിരി കൗൺസിലേഴ്സ് ആൻഡ് അഡ്വക്കേറ്റ്സ് എന്താണ്? ദേ കണ്ടക്ട് ലീഗൽ പ്രൊസീഡിങ്സ് ഓൺ ബിഹാഫ് ഓഫ് ദിയർ പ്രിൻസിപ്പൾ ആൻഡ് ദേ ആർ ഗിവൺ ഫീ ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ആൻഡ് സർവീസ് ദേ പ്രൊവൈഡ്. ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് എങ്ങനെയാണ് ആവുന്നത് നോൺ മെർക്കൻറ്റൈൽ ഏജൻസ് ആയിട്ട്? അവർ, ദ വൈഫ് ഇസ് ട്രീറ്റഡ് ആസ് ദി ഏജൻറ്റ് ആൻഡ് ദ ഹസ്ബൻഡ് ബിക്കംസ് എ പ്രിൻസിപ്പൾ. അതായത് ചില സമയത്ത് ഹസ്ബൻഡ്സ് ഇവിടെ ഇല്ലാത്ത സമയത്തൊക്കെ ഡീൽ ചെയ്യുന്നത് ആരായിരിക്കും? വൈഫായിരിക്കും. ആ സമയത്ത് അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഏജൻസി റിലേഷൻഷിപ്പാണ്. ഓക്കെ, താങ്ക് യു.